ഈ FCRA ചട്ട ഭേദഗതിയിൽ ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്ക് എന്ന് വെച്ചാൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാകെ കാര്യമായ ആശങ്കയുണ്ട്. എന്ന് വെച്ചാൽ ഈ വിദേശ സംഭാവനകളെ നിയന്ത്രിക്കാനുള്ള ഒരു ചട്ടത്തിന് പിന്നിൽ കാര്യമായി ദുരൂഹതയും ഗൂഢാലോചനയും ഉണ്ടോ എന്ന് സംശയിക്കാൻ പാകത്തിലുള്ള ഗ്രൗണ്ട് ഇവിടെ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധം വിവിധ വിഭാഗങ്ങൾ, ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ തന്നെ നടത്തുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലായിട്ടാണ് ഇപ്പോൾ KCBC നേതാക്കൾ ആഭ്യന്തരമന്ത്രി CBCI നേതാക്കൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ പോയി കണ്ടത്. അപ്പോൾ ഈ CBCI നേതാക്കൾക്ക് അമിത്ഷാ നൽകിയ ഒരു ഉറപ്പ്, ഇതൊരിക്കലും ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ഉദ്ദേശിച്ചല്ല ഞങ്ങളിത് നടപ്പാക്കിയത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, അവരെ കുറെ കൂടി അനുനയത്തിൽ സംസാരിച്ച് ഈ നേതാക്കളെ വിശ്വാസത്തിലെടുത്ത് ഇനി അങ്ങനെ നിങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിൽ യാതൊരു സംഗതികളും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവരെ വിട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച പൂർത്തിയായിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു ചർച്ച നടത്തിയതുകൊണ്ട്, ഈ നേതാക്കൾക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തത് കൊണ്ട് മാത്രം ഈ വിഷയത്തിലുള്ള FCRA ചട്ട ഭേദഗതിയിലുള്ള ആശങ്ക അകലുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ദാവൂദ് സാഹിബ് എന്താണ് തോന്നുന്നത്? ഈ കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രതിനിധികൾ അദ്ദേഹത്തെ പോയി കണ്ടു, സംസാരിച്ചു. അതിൽ മാധ്യമങ്ങളോട് സംസാരിച്ചാൽ അദ്ദേഹം അനുഭാവപൂർവ്വം കേട്ടു എന്നാണ് പറഞ്ഞത്. അങ്ങനെ അല്ലാത്ത ഫീഡും അവരുടെ തന്നെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ നിയമത്തിലൊരു മാറ്റം വരുത്താൻ പോകുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങളെ ലക്ഷ്യം വെച്ചിട്ടല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആരെയാണ് ലക്ഷ്യം വെച്ചത് എന്ന് പ്രശ്നമുണ്ട്. ഇതിൽ അദ്ദേഹം CBCI സംഘത്തോട് പറഞ്ഞതായിട്ട് മാധ്യമങ്ങളിൽ വന്ന വാർത്തകളെന്ന് പറയുന്നത്, നിങ്ങൾ ഒരു കണക്ക് അദ്ദേഹം വെക്കുന്നുണ്ട്. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട സംഘടനകൾക്ക് വരുന്ന പിന്നെ FCRA വിദേശ ഇതും വിദേശ സംഭാവനയും, ക്രിസ്ത്യൻ സംഘടനകൾക്ക് വരുന്ന വിദേശ സംഭാവന തമ്മിൽ വലിയ അകലമുണ്ട്. കാരണം ഹിന്ദു വിഭാഗത്തിൽ ആണ് ഏറ്റവും അധികം വരുന്നത്. നമുക്കറിയാം, കേരളത്തിൽ തന്നെ പൊതുവേ ആളുകളുടെ ധാരണ ക്രിസ്ത്യൻ സംഘടനകൾക്കാണ് വലിയ തോതിൽ വിദേശ സംഭാവന വരുന്നത്. അങ്ങനെ അല്ല. വളരെ ഈ ഹിന്ദു ചാരിറ്റി ഓർഗനൈസേഷനുകൊണ്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്രിസ്ത്യൻ സംഘടന കുറവാണ്. ഓക്കെ, വോള്യം വെച്ച് നോക്കിയാൽ നല്ലൊരു വോള്യം ക്രിസ്ത്യൻ സംഘടനകൾക്ക് വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി ഹിന്ദു സംഘടനകൾക്ക് വരുന്നുണ്ട്. കേരളത്തിൽ തന്നെ അമൃതാനന്ദമയ മഠമാണ് ഏറ്റവും അധികം വിദേശ സംഭാവന സ്വീകരിക്കുന്ന ഏജൻസി എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ ക്രിസ്ത്യൻ സംഘടനയാണ് ഇതിനെതിരെ ഏറ്റവും കൂടുതൽ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതെന്താ അതിൻ്റെ കാരണം? നോക്കൂ, ഇവിടെ ഒരു നിയമം എങ്ങനെയാണ് പെരുമാറുക? നിയമത്തിനകത്ത് എന്തോ ആയിക്കോട്ടെ, നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണെന്ന് തത്വമൊക്കെ അവിടെ ഇരിക്കട്ടെ. ഒരു നിയമം ഉണ്ടാക്കിയാൽ അത് വിവിധ ജനവിഭാഗങ്ങളോട് എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളൊരു അനുഭവം ഇവിടെ ഉണ്ട്. ഇപ്പോൾ UAPയെ കുറിച്ച് നിഷ്കളങ്കരായ ആളുകൾ ചോദിക്കുമല്ലോ, എന്താ കുഴപ്പം, എന്താണ് അത്? ഭീകരവാദം തടയാനുള്ള നിയമമല്ലേ? ഭീകരവാദം ചെയ്യുന്നവരല്ലേ പിടിക്കത്തുള്ളൂ, അവർക്ക് എന്തിനാ ജാമ്യം കൊടുക്കുന്നത്? ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. PMLA എല്ലാം കള്ളപ്പണം പിടിക്കാനല്ലേ, അതിനെന്തിനാണ്? പക്ഷെ നമുക്കറിയാമല്ലോ ഇത് എവിടെ അപ്ലൈ ചെയ്യാനാണ്, ആരുടെ മേലാണ് ഇത് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ബോംബ് പൊട്ടിച്ചു, കളമശ്ശേരിയിൽ ബോംബ് പൊട്ടിച്ച് 8 ആളെ കൊന്നു. അയാൾക്ക് UAP ഇല്ല. പോസ്റ്റർ ഒട്ടിക്കാൻ പോയ അലന്താഹക്ക് എന്തുണ്ട്? പോസ്റ്റർ ഒട്ടിക്കാൻ പോയിട്ടില്ലെന്ന് തോന്നുന്നു. ലഘുലേഖ കൈവശം വെച്ചു എന്തോ പറയുന്നു. അയാൾക്ക് UAP ഉണ്ട്. ഇതാണ് ഈ നാട്. അപ്പോൾ അങ്ങനെ ഒരു നാട്ടിൽ ഈ വിദേശ നാണയം, വിദേശ സംഭാവന സ്വീകരിക്കുന്ന ഹിന്ദു സംഘടനയെ സംബന്ധിച്ചിടത്തോളം നിയമത്തിൽ എന്ത് കാർക്കശ്യം ഉണ്ടെങ്കിലും അവരത് ബാധിക്കാൻ പോകുന്നില്ല. അത് രാജ്യത്തിന് അനുഭവമാണ്. പക്ഷേ ക്രിസ്ത്യൻ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർ ഭയക്കുന്നു. കാരണം അവർ വലിയ തോതിൽ വിദേശ സംഭാവന സ്വീകരിക്കുന്നവരാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഒരു തെറ്റ്, ഒരു ഫാൾട്ടി ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൽ പറയുന്നതിന് വിരുദ്ധമായിട്ടുള്ള ഒരു ഇടപാട് നടന്നു കഴിഞ്ഞാൽ, അത് ആ വിദേശ ആ ട്രസ്റ്റ്, ആ ചാരിറ്റി ഓർഗനൈസേഷൻ്റെ പ്രോപ്പർട്ടി സർക്കാരിന് ഏറ്റെടുക്കാൻ അനുമതി കൊടുക്കുകയാണ്. അത് എന്തൊരു നിയമമാണത്? നോക്കൂ, ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ആ ഫോൾട്ടിനുള്ള ശിക്ഷ കൊടുക്കാം. പക്ഷേ ആ സംഘടനയുടെ അസറ്റ്സ് ഗവൺമെൻറ്റിന് എടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലോകത്ത് അങ്ങനെ ഒരു നിയമം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആ അസറ്റ് നോക്കൂ, അത് എത്രയോ ദീർഘകാലത്തെ പ്രവർത്തനത്തിലൂടെ ഡെവലപ്പ് ചെയ്തതായിരിക്കാം. അത് ചിലപ്പം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടാകാം, ഹോസ്പിറ്റലാകാം, ആരാധനാലയം, എന്തോ ആകാം. ആ പ്രോപ്പർട്ടി സർക്കാരിന് ഏറ്റെടുക്കാനുള്ള അനുമതി നൽകുകയാണ് നിയമം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ നമുക്കറിയാം, ക്രിസ്ത്യൻ ചാരിറ്റീസ്, ഈ ക്രിസ്ത്യൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നല്ലൊരു മഹാഭൂരിപക്ഷവും വിദേശ സംഭാവനകളിലൂടെ പടുത്തുയർത്തപ്പെട്ടതാണ്. ഹോസ്പിറ്റൽസുണ്ട്, ക്ലിനിക്കുകളുണ്ട്, വലിയ വലിയ വിദ്യാഭ്യാസ സമുച്ചയങ്ങളുണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നഷ്ടപ്പെട്ടേക്കുമോ? കാരണം ദീർഘകാലത്തെ പ്രവർത്തനമുണ്ട്. കണക്കിൽ പാളിച്ചകളും സംഗതികളൊക്കെ ഏത് സംവിധാനത്തിനകത്ത് വരാം.
അങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനങ്ങൾ തന്നെ, നമ്മുടെ സ്ഥാപന ജംഗമ സ്വത്തുക്കൾ തന്നെ സർവ്വകാലത്തേക്കുമായി നഷ്ടപ്പെടുമോ എന്ന ഭയം അവർക്കുണ്ട്. ഈ ഭയം മറ്റുള്ളവർക്ക് ഉണ്ടാവേണ്ട യാതൊരു കാര്യമില്ല. മറ്റുള്ളവർക്ക് ഇതേക്കുറിച്ച് ഒന്നിനെക്കുറിച്ചും ഭയക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഭയം ക്രിസ്ത്യൻ സംഘടനകൾക്കുണ്ട്. അത് അവർ ശക്തമായി മുന്നോട്ട് പോകും. മുസ്ലിം സംഘടനകൾക്ക് എന്താ ഭയമില്ല? അവരെന്താ ഒന്നും പറയാത്തത്? ഒന്നാമത് മുസ്ലിം സംഘടനകൾ വിദേശ സംഭാവന സ്വീകരിക്കുന്നത് വളരെ കുറവാണ്. ഇനി അവരെ സംബന്ധിച്ചിടത്ത് നിയമം ഉണ്ടോ ഇല്ല എന്നുള്ളതൊരു വിഷയമല്ല. അവരുടെ ജീവിതം ഇങ്ങനെ തന്നെയാണ്. നമുക്ക് കഴിഞ്ഞ 2-3 ആഴ്ചകൾ ഉത്തരേന്ത്യയിൽ ഡസൻ കണക്കിന് പള്ളികൾ പൊളിച്ചു. എന്ത് പറഞ്ഞിട്ടാണ് പള്ളി വിളിച്ചത്? എൻക്രോച്ച്ഡ് ലാൻഡാന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. ഏത് പള്ളി? 400-500 വർഷം പഴക്കമുള്ള പള്ളി. എങ്ങനെ അത് എന്ത് എൻക്രോച്ച്മെൻ്റാണ് അവിടെ? നമുക്ക് ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യ ഉണ്ടാകുന്നതിന് മുമ്പ് പണിത പള്ളികൾ, അത് എൻക്രോച്ച്ഡ് ലാൻഡാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുക? ഇങ്ങനെയൊക്കെ. അപ്പോൾ ഏതെങ്കിലും ഒരു UP-യിൽ നമുക്കറിയാം, ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഒരു കേസിൽ പ്രതി ചേർത്താൽ മതി, അവൻ്റെ വീട് വിളിക്കും. അപ്പോൾ അവർ മുസ്ലിങ്ങളെ സംബന്ധിച്ച് നിയമം വായിച്ച നിയമത്തിൽ എന്ത് പറയുന്നു? നിങ്ങൾ FCR ഭേദഗതിയാണോ അല്ലെ പഴയ FCR എന്തായാലും അവരുടെ ജീവിതം കട്ടപ്പോവുകയാണ്. അപ്പോൾ അവരിപ്പോൾ ഇതിലായിട്ട് പൗരത്വം ഇതിനായിട്ട് പ്രത്യേകമായിട്ട് പ്രതിഷേധിക്കേണ്ട കാര്യമൊന്നും അവർക്കില്ല. ഇതിപ്പോൾ ഇവിടെ നിഷാദ് പറഞ്ഞ പൗരത്വം തന്നെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയത്തിൽ നിൽക്കുമ്പോൾ വിദേശ സംഭാവന, ഇനിയിപ്പോൾ ഒരു മുസ്ലിം സംഘടന വിദേശ സംഭാവന ചട്ട ഭേദഗതി ബില്ലിൽ പ്രതിഷേധം രേഖപ്പെടുത്തി എന്ന് വിചാരിക്കുക, ഇതേമാതിരി ആയിരിക്കും പ്രതികരണം ഇങ്ങനെയല്ല. ഇവന്മാർ കണ്ടില്ലേ, പുറത്തുനിന്ന് കൊണ്ടുവരണം, എന്നിട്ട് അത് പിടിക്കാൻ വേണ്ടി ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർക്കുകയാണ് ഇങ്ങനെയായിരിക്കും അതിനോടുള്ള പ്രതികരണം ഉണ്ടാവും. ഇപ്പോൾ CBCയുടെ നേതാക്കന്മാർക്കൊരു ഒരു മീറ്റിംഗ് എങ്കിലും ഒരു അപ്പോയിൻമെൻ്റ് എങ്കിലും കൊടുത്തു. അതുപോലും മുസ്ലിം സംഘടന നേതാക്കന്മാർക്ക് ലഭിക്കില്ല. അവർക്ക് അതിനെ എതിർക്കാൻ പോലും പറ്റില്ല. എതിർത്താൽ രാജ്യദ്രോഹം. കാരണം രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമത്തെ എതിർക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനെതിരായിട്ടുള്ള വിമർശനം വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അമിത്ഷാ ഇവരോട് പറഞ്ഞു, ഇത് നിങ്ങൾക്കെതിരെ ഉള്ളതല്ല, നിങ്ങളെന്തിനാണ് ഇതിനെ എതിർക്കുന്നത്? നിങ്ങളെക്കാൾ കൂടുതൽ വിദേശ സംഭാവന മറ്റുള്ളവരാണല്ലോ സ്വീകരിക്കുന്നത് എന്ന് അമിത്ഷാ പറയുന്നതിലൊരു കാര്യമില്ല. കാരണം ഇത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ക്രിസ്ത്യൻ സംഘടനകളെ തന്നെയാണ് ഫലത്തിൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ അവർക്ക് ഒരു അമിത്ഷാ അപ്പോയിൻമെൻറ്റ് കൊടുത്തൊക്കെ ശരി തന്നെ, അമിത്ഷാ തീരുമാനിച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഇപ്പോൾ ഇത്രയും പോകാതിരുന്നത് കഴിഞ്ഞ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഇത് വന്നതെന്നുള്ളതുകൊണ്ടാണ്. രാജീവ് ചന്ദ്രശേഖരൻ വിളിച്ച് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് തൽക്കാലം ഒന്ന് അവിടെ വെച്ചതാണ്. മുന്നോട്ട് പോകും. ഇതേണ്ട 2 ദിവസം മുമ്പാണ് മഹാരാഷ്ട്രയിലെ റവന്യൂ മന്ത്രി പ്രസ്താവന നടത്തിയത്. ഇവിടെയുള്ള മുഴുവൻ ക്രിസ്ത്യൻ അസറ്റുകളുടെയും സർവേ എടുക്കാൻ പോവുകയാണ്. ബ്രിട്ടീഷുകാരുടെ കാലം മുതലുണ്ടായിട്ടുള്ള ക്രിസ്ത്യൻ അസറ്റ്സുകളുടെ. നമുക്കറിയാം മഹാരാഷ്ട്ര എന്നല്ല, ഇന്ത്യയിൽ ഏത് നഗരത്തിൽ പോയാലും വലിയ തോതിൽ ക്രിസ്ത്യൻ അസറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ കോഴിക്കോട് അങ്ങാടിയിൽ ചുമ്മാ നടന്നു നോക്കൂ, മാവൂർ റോഡ് മുതൽ മാനാഞ്ചിറ വരെ നടക്കൂ സേഫ്. റോഡിൻ്റെ ഇരുവശവും മോസ്റ്റ് വാല്യുബിൾ അസറ്റ്സ് എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ മത സഭകളുമായി ബന്ധപ്പെട്ടാണ്. മാനാഞ്ചിറയൊക്കെ ചുറ്റും വരുന്നതാണ് BM സ്കൂൾ, ഇപ്പോഴത്തെ CSI എന്ന് പറഞ്ഞാൽ അത് മലപ്പുറത്ത് പോയാലും പാലായിൽ പോയാലും തിരുവനന്തപുരത്ത് പോയാലും എല്ലായിടത്തും, ഇന്ത്യയിൽ മീററ്റ് പോകട്ടെ, കാൺപൂരിൽ പോകട്ടെ, ഡൽഹിയിൽ പോകട്ടെ, മുംബൈയിൽ, ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുക്കും, അതെല്ലാം ക്രിസ്ത്യൻ അസറ്റ്സാണ്. ബോംബെയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മഹാന്മാരായിട്ടുള്ള ശാസ്ത്രകാരന്മാരും വലിയ വലിയ പണ്ഡിതന്മാരും പുറത്തിറങ്ങിയിട്ടുള്ള ബോംബെയിലെ കോളേജുകൾ ക്രിസ്ത്യൻ അസറ്റ്സുകളാണ്. അപ്പോൾ ഈ മഹാരാഷ്ട്ര റവന്യൂ മന്ത്രി പറയുകയാണ് ഇവിടുത്തെ മുഴുവൻ അസറ്റുകളുടെയും ഇതൊക്കെ പരിശോധിക്കാം, സർവേ എടുക്കാൻ പോകണം, രേഖകൾ പരിശോധിക്കാൻ പോവാണ്. അതെന്തിനങ്ങനെ? ഓക്കെ, നാട്ടിലെ മുഴുവൻ അസറ്റുകളും എല്ലാ മതസംഘടനകളുടെയും അസറ്റുകൾ പരിശോധിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. പക്ഷേ സവിശേഷമായി ക്രിസ്ത്യൻ അസറ്റ്സുകൾ പരിശോധിക്കാൻ പോവാണ് എന്ന് അവിടുത്തെ റവന്യൂ മന്ത്രി പ്രഖ്യാപിക്കുകയാണ്. അത് റൈറ്റ് ഫ്രം ബ്രിട്ടീഷ് പീരീഡ് അത് നമ്മൾ എടുക്കും എന്ന് സവിശേഷമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് ഇത് അവർ ലക്ഷ്യം വെച്ചത് തന്നെയാണ്. അവരുടെ ബേസിക് ഡോക്ട്രിനാണ് ആഭ്യന്തര ശത്രുക്കളിൽ 2ാം സ്ഥാനത്തുള്ളവരാണ് ക്രിസ്ത്യാനികൾ. അതെല്ലാവർക്കും അറിയാം. അതറിയാത്ത കുറച്ച് ആളുകൾ നമ്മളെ ചങ്ങനാശ്ശേരിയിലും പാലായിലൊക്കെ ഉണ്ട്. അവർ വേറെ എന്തൊക്കെയോ പറഞ്ഞു നടക്കുന്നുള്ളൂ. അതുകൊണ്ടുകൂടെയാണിത് ഇത് വലിയ തോതിൽ വാർത്തയാകുന്നത്. പക്ഷേ അതങ്ങനെ CBCI നേതാക്കൾക്ക് ഒരു അപ്പോയിൻമെൻറ്റ് കൊടുത്തതുകൊണ്ട്, അനുഭാവപൂർവ്വം കേട്ടതുകൊണ്ട് മാത്രം ഈ ആശങ്ക തീരുമോ? തീരില്ല. കാരണം അത് ആലോചിച്ചുറപ്പിച്ചുണ്ടാക്കുന്ന പരിപാടിയല്ലേ. നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ സംഘപരിവാർ ലക്ഷ്യം വെക്കുന്ന മൈനോറിറ്റീസിൽ പ്രധാനപ്പെട്ട വിഭാഗങ്ങളിലൊന്നാണ് ക്രിസ്ത്യാനികൾ. അപ്പോൾ അവർ വലിയ തോതിൽ പണം ഉണ്ടാക്കുന്നു. ഇപ്പോൾ എന്തിനാണ് വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നത്? നമ്മുടെ ഹിന്ദു രാഷ്ട്രത്തിൽ മുസ്ലിങ്ങളുടെ കയ്യിൽ ഭൂമിയും സ്വത്തും ഒക്കെ ഇരിക്കുന്നു. അത് നമുക്കെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അത് പരമാവധി നമ്മൾ തിരിച്ചെടുക്കണം. നമ്മുടെ സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയോ ഒരു ഹിന്ദുത്വ ഗവൺമെൻറ്റിന് അത് റൺ ചെയ്യാനുള്ള അധികാരം കിട്ടണം. ഇവരുടെ കയ്യിൽ ഇത്രയും ഭൂമി എന്തിനിരിക്കണം? ഇതൊരു ഹിന്ദു രാഷ്ട്രമാണെന്ന് വിചാരിക്കുന്നതിലേ വഖഫ് നിയമം കൊണ്ടിരുന്നത്. അതിനകത്തുള്ള വിചിത്രമായ നിയമങ്ങളുടെ ആവർത്തനം FCRIയിലും കാണാൻ പറ്റും.
ഇവിടെ തന്നെ നമുക്ക് ഇവിടെ ക്രിസ്ത്യൻ ഈ നേതൃത്വം ആവശ്യപ്പെടുന്നത് ഈ FCRA നിയമവുമായി ബന്ധപ്പെട്ട എല്ലാ മോണിറ്ററിംഗ് ഉത്തരവാദിത്വം കോടതി കൊടുക്കണമെന്നാണ്. പക്ഷേ ഇതിൽ പറഞ്ഞതാണ് സർക്കാരാണ് ഇതിന് മുഴുവൻ മോണിറ്റർ ചെയ്യുകയും സർക്കാരാണ് തീരുമാനം എടുക്കുകയും ചെയ്യുക. വഖഫിലെ പ്രശ്നം എന്താണ്? കളക്ടറാണ് തീരുമാനം എടുക്കുക എന്നുള്ള വിചിത്രമായ നിയമം കൊണ്ടുവന്നില്ലേ? കളക്ടറാണ് അതിൻ്റെ ഫൈനൽ അധികാരി എന്നുള്ള നൽകി. എന്നതുപോലെ ഇവിടെ ഒരു തർക്കം ഉണ്ടായാൽ ലൈസൻസ് റദ്ദ് ചെയ്യാൻ ആരാ ചെയ്യുന്നത്? ഗവൺമെൻറ്റാണ് ചെയ്യുന്നത്. ഇത് ഏറ്റെടുക്കാൻ ആരാ? ഗവൺമെൻറ്റാണ് ചെയ്യുക. പിന്നെ ഇതിലെ തർക്കങ്ങൾ തീരുമാനിക്കുക. ഇപ്പോൾ അതിനകത്ത് മതപരിവർത്തനം കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടില്ല. മതപരിവർത്തനത്തിന് വേണ്ടി നിങ്ങൾ പൈസ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ലൈസൻസ് പോകും. നിങ്ങൾ മതപരിവർത്തനത്തിന് ഉപയോഗിച്ചോ എന്ന് തീരുമാനിക്കുന്ന ആരാണ്? സർക്കാർ ഏജൻസിയാണ്. സർക്കാരിന് ഏജൻസി വെച്ചാൽ ആരാണ്? അമിത്ഷായുടെ സർക്കാരാണ്. അവരാണ് തീരുമാനിക്കുക. അവർ ED എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന പൈസ മതപരിവർത്തനത്തിന് ഉപയോഗിച്ചോ ഇല്ലയോ എന്നുള്ള തീരുമാനം എടുക്കുന്നത് ഗവൺമെൻറ്റാണ്. തീരുമാനം എടുക്കുന്നു, ലൈസൻസ് കട്ട് ചെയ്യുന്നു, അസറ്റ്സ് മുഴുവൻ എടുക്കുന്നു, സർക്കാർ റൺ ചെയ്യുകയോ വിൽക്കുകയോ ചെയ്യുന്നു. അത് സംഭവിക്കാൻ പോകുന്ന ഇവിടുത്തെ കാര്യം. അല്ലെങ്കിൽ നിങ്ങളുടെ കൊണ്ടുവരുന്ന പൈസ എത്ര സ്ഥലത്ത് നിങ്ങൾ എന്തിനു വിനിയോഗിക്കാൻ പോകുന്നു? ഓൾറെഡി നേരത്തെ അതിനകത്ത് വ്യക്തത വരുത്തിയിരിക്കണം. അത് പോസിബിളായ കാര്യമാണോ? എന്ത് കാര്യത്തിന് വിനിയോഗിക്കുന്നു? അത് ഏതൊക്കെ എവിടെ വരെ പോകും? അത് എപ്പോഴും പറയാൻ പറ്റുന്ന കാര്യമാണോ? ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ ചിലപ്പോൾ പല കാര്യങ്ങൾക്കായി പല ജീവിത മേഖലകൾക്കായി പണം മുടക്കും. അപ്പോൾ അതിനെല്ലാം റെസ്ട്രിക്ഷൻസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിഞ്ഞാൽ നിങ്ങളെ പൂട്ടാൻ കഴിയുന്ന വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് നിങ്ങൾക്കൊരു ദ്രോഹം ഉണ്ടാക്കാൻ പോകുന്നതല്ലെന്ന് പറയാം. എങ്ങനെയാണോ നിങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ വളരെ ഫ്ലെക്സിബിളായിട്ട് പ്രവർത്തിക്കുന്നു നിങ്ങളുടെ ചാരിറ്റി ഓർഗനൈസേഷനോ നിങ്ങളുടെ ഈ ആക്ടിവിറ്റീസ്, ആ ഫ്ലെക്സിബിലിറ്റി മുഴുവൻ കട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആവാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇന്ന കിലോമീറ്ററിന് അപ്പുറം പോയി പ്രവർത്തിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇന്ന എഴുതി വെച്ചിരിക്കുന്ന സംഗതികൾക്ക് അപ്പുറത്തേക്ക് ഒരു പൈസ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളിപ്പോൾ ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കുന്നു, അവിടെ നിങ്ങൾ മതപരിവർത്തനത്തിന് ശ്രമിക്കുകയാണ്. ഈ റൈസ് ബാക്ക് കൺവേർഷൻ പരിപാടി എന്നൊക്കെ പറഞ്ഞ വലിയ ആക്ഷേപം ഇവർക്കുണ്ടല്ലോ. എന്ന് വെച്ചത് മൊത്തം പൂട്ടാനും എടുക്കാനും ഗവൺമെൻറ്റിന് പറ്റും. അതാണ് ഇത്ര വലിയ ആശങ്ക. ആ ആശങ്കയുമായിട്ട് ചെന്നപ്പോൾ നിങ്ങൾ ഈ പുതിയ വ്യവസ്ഥകൾ നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മാറ്റാൻ നിവൃത്തിയില്ല. നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ പിടിക്കില്ലോ എന്നുള്ള സ്വാഭാവിക വർത്തമാനം പറഞ്ഞു. പുറത്തിറങ്ങിയൊന്ന് വർത്തമാനം പറഞ്ഞപ്പോൾ അവർക്ക് ആ ആശങ്കയുണ്ട്. രണ്ടാമത് കാണാൻ പോകുമെന്ന് ചോദിച്ചപ്പോൾ രണ്ടാമത് കാണേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക അവർ. കാരണം അദ്ദേഹം ഓൾറെഡി ഇതെല്ലാം വ്യക്തമാക്കി കഴിഞ്ഞു, ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന്. അപ്പോൾ ഏതെങ്കിലും നിലയ്ക്ക് BJPയുമായിട്ടുള്ള ഒരു ധാരണയുടെ സാധ്യതകൾ അവസാനിച്ചെന്ന് കൂടി എനിക്ക് തോന്നുന്നു. അപ്പോൾ ഏറ്റവും അവസാനം ഇത് ഹോൾഡ് ചെയ്യാനുള്ള കാരണം ചോദിച്ചാൽ കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്നതാണ്. കേരളത്തിൽ ഇലക്ഷൻ റിസൾട്ട് എന്താണ്? അതായത് ക്രിസ്ത്യൻ ബെൽറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗുണം ഉണ്ടാക്കാൻ ഷോൺ ജോർജിന് ജയിക്കാൻ പറ്റിയില്ല. ഷോൺ ജോർജ് ചോദിച്ച ഓർമ്മയുണ്ടല്ലോ, ഞാൻ അമിത്ഷായോട് പോയി എന്ത് പറയും, ഞാൻ തോറ്റുപോയാലും അദ്ദേഹം ചോദിച്ച ഓർമ്മയുണ്ട്. അദ്ദേഹത്തിന് അമിത്ഷായോട് പറയാൻ ഉത്തരവൊന്നുമില്ല. ക്രിസ്ത്യൻ ബെൽറ്റിൽ നടത്തിയിട്ടുള്ള ഇൻട്രോഡ്സ് പരിപാടികളെല്ലാം പാളിപ്പോയി. അവർക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്കും അതാണ്. ഇനി അവരെന്തിനു നിൽക്കണം? ആകെയുള്ളത് കേരളത്തിലെ നേട്ടത്തെ മുൻനിർത്തിയാണ്. ബാക്കി ഇത്രയും വരുന്ന ക്രിസ്ത്യൻ മൈനോറിറ്റിയുടെ അസറ്റ്സിനെ ആക്രമിക്കുക, അവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് എൻറ്റയർ നോർത്തിൽ ഗുണം ചെയ്യുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു പള്ളി പൊളിക്കുന്ന ദൃശ്യങ്ങൾ? മുകളിൽ കയറി കുരിശ് ആട്ടി ഉടച്ച് കളയുന്ന ദൃശ്യങ്ങൾ കണ്ടില്ലേ? പബ്ലിക്കായിട്ട് ജയ് ശ്രീരാം വിളിച്ചുകൊണ്ട് തകർത്ത് കളയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുപോലെയാണ്. രണ്ടും മൈനോറിറ്റീസാണ്. ആ രണ്ട് മതങ്ങളെയും ആക്രമിക്കുക എന്നത് ഇപ്പുറത്ത് വർദ്ധിത വീര്യം അവരുടെ സ്വന്തം ക്യാമ്പിൽ ഉണ്ടാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയാണ്. മറ്റേത് അത് അവരുടെ മാത്രമായിട്ടുള്ള ഒരു നാടാണ്. അവിടെ മറ്റുള്ളവരുടെ ഒന്നും പൈസയും, മറ്റുള്ളവർക്ക് സാമ്പത്തികം ഉണ്ടാവുക, മറ്റുള്ളവർക്ക് പൊളിറ്റിക്കൽ പവർ ഉണ്ടാവുക, മറ്റുള്ളവർക്ക് റെപ്രസെൻറ്റേഷൻ ഉണ്ടാവുക, മറ്റുള്ളവർക്ക് വോട്ടധികാരം ഉണ്ടാവുക അവർ ആഗ്രഹിക്കുന്നില്ല. സോ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ അവകാശങ്ങളും, നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ പ്രിവിലേജസും എടുത്തു കളയാനുള്ള ഒരു ദീർഘദൂര പരിപാടി, ഒരു വിശാലമായ പരിപാടി, ഗ്രാൻഡ് ഡിസൈൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഓരോന്നും നഷ്ടപ്പെടുകയാണ്. ഇതിന് മുമ്പേ ഇത് മനസ്സിലാക്കിയ മനുഷ്യന്മാർ ബഹളം വയ്ക്കുന്ന നമ്മൾ കണ്ടു. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട്, വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടായപ്പോൾ കേരളത്തിൽ പോലും പല ആൾക്കാരും അതിനെ പരിഹസിച്ചു. നിങ്ങൾ ഈ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. ഫൈനലി അതിൻ്റെ സമാന സ്വഭാവമുള്ള FCRA കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ അസറ്റ്സ് ആണ്. സോ ഇത് ഇന്ത്യയിൽ സംഭവിക്കുകയാണ്. ഇന്ത്യയിൽ തുല്യാവകാശങ്ങൾ ഉണ്ടായിരുന്ന മനുഷ്യരുടെ മേലെ ബുൾഡോസർ കയറി ഇറങ്ങുക എന്നുള്ള യാഥാർത്ഥ്യം അത് എല്ലാവർക്കും മനസ്സിലാക്കുകയും നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ സ്വൈര്യ സമാധാന തുല്യ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള റൂളിംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് എന്തുണ്ടാക്കാം? ഒരു ഡിഫൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഭരണഘടനാ മൂല്യങ്ങൾ നിർത്തിക്കൊണ്ട് പോരാടാം. അല്ലാതെ നിങ്ങൾക്ക് ഇതിന് കുറുക്കൊഴിയില്ലെന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നു. ഇവർ പോയി കണ്ടു, ശരി, കാണുക എന്നുള്ള ഒരു സംഗതിയാണ്. അമിത്ഷായെ സംബന്ധിച്ചും ഇത്രയും ഈ പുരോഹിത വേഷധാരികളായിട്ടുള്ള മനുഷ്യർ, അവർക്ക് കാണാൻ തന്നെ ഒരു പ്രിവിലേജ് ഉണ്ട്. മറ്റുള്ളവരെ പോലെ അല്ല, അവർക്ക് കാണാനൊക്കെ പറ്റും. പക്ഷേ അതുവരെ ഓക്കെ. അതിനപ്പുറം ഈ കൂടിക്കാഴ്ചകൾ കൊണ്ടോ നിങ്ങൾ ഉണ്ടാക്കുന്ന ധാരണകൾ കൊണ്ടോ മറികടക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ഡീൽ ചെയ്യുന്നത് വലിയൊരു ഹിന്ദുത്വ പ്രോജക്റ്റിനോടാണ്. 100 വർഷം കൊണ്ട് ഇതിനെ ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കാൻ, ഹിന്ദുക്കളല്ലാതെ മറ്റെല്ലാവർക്കും തുല്യാവകാശങ്ങളില്ല എന്നത് നയപരമായ അല്ലെങ്കിൽ ഒരു നിയമമാക്കാൻ മാറ്റാൻ വേണ്ടി പണിയെടുക്കുന്ന ഒരു വലിയ സംവിധാനത്തോട് നിങ്ങൾ അരമണിക്കൂർ അപ്പോയിൻമെൻറ്റിനോട് തീർക്കാൻ കഴിയുന്ന പ്രശ്നമല്ല ഇത്. അതിനേക്കാൾ വലുതാണ് നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധി. നിങ്ങളുടെ നേതൃത്വം മനസ്സിലാക്കുക, നിങ്ങളുടെ കൂടെയുള്ളവരെ മനസ്സിലാക്കിയ ആ കാലഘട്ടത്തിനും ആ സന്ദർഭത്തിനും അനുയോജ്യമായിട്ടുള്ള ഡിഫൻസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ പ്രതിരോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിലെ വഴി. മറ്റു ഓപ്ഷൻസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പുറത്ത് ആരാണ്? മോദിയാണ്, RSS ആണ്, ഹിന്ദുത്വമാണ്.
അവരവരുടെ പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ബൈപ്പാസുകളൊന്നുമില്ല. അപ്പോൾ അമിത്ഷായെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് ഇറങ്ങിപ്പോകുന്നത് കൊണ്ട് മാത്രം അവരുടെ ആശങ്ക നീങ്ങിയിട്ടില്ല. അപ്പോൾ ഈ ആശങ്ക നീങ്ങാത്തത് കൊണ്ട് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കും അവരുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ ഘട്ടത്തിലാണ് FCRA ചട്ട ഭേദഗതി വന്നത്. കാര്യമായ നേട്ടം ഉണ്ടാക്കിയത് കോൺഗ്രസിനാണ്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഈ വിഷയത്തിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ്.